നമസ്കാരം. കഴിഞ്ഞ തവണ LDFിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കാസർഗോഡ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF പ്രചരണം ശക്തമാക്കി. മതനേതാക്കളെ കണ്ട് MV ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. വ്യാഴാഴ്ച രാവിലെ കൊല്ലങ്കാനയിലെ ബാലകൃഷ്ണൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ചെർക്കളയിലെ BEd സെന്റർ, മാർത്തോമാ വിദ്യാലയം, ചാല BEd സെന്റർ, ഗവൺമെന്റ് കോളേജ്, സിവിൽ സ്റ്റേഷൻ, ജനറൽ ആശുപത്രി, തളങ്കര മാലിക് ദിനാർ പള്ളി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. വിദ്യാർത്ഥികളുമായി സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് കാസർഗോഡ് നഗരത്തിൽ റോഡ് ഷോ നടത്തും. റോഡ് ഷോ കാസർഗോഡ് ടൗൺ, കർന്തക്കാട്, ഉളിയത്തടുക്ക, വിദ്യാനഗർ വഴി ചെർക്കളയിൽ സമാപിക്കും. UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിയായി PK കൃഷ്ണദാസ് രംഗത്തിറങ്ങുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 40,000-ത്തിലധികം ഭൂരിപക്ഷവുമായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ LDFിന്റെ കയ്യിൽ നിന്നും കാസർഗോഡ് മണ്ഡലം പിടിച്ചെടുത്തത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് UDF കേന്ദ്രങ്ങൾ. പിടിച്ചെടുത്ത മണ്ഡലം വിട്ടു നൽകാനോ നഷ്ടപ്പെടുത്താനോ UDF തയ്യാറാകില്ല എന്നതുകൊണ്ട് തന്നെ കാസർഗോഡ് മണ്ഡലത്തിലെ മത്സരവും പ്രചരണവും തീപാറുമെന്ന് ഉറപ്പാണ്.